ചേട്ടാ ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയതിൽ. ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുക. എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്ത ക്യാരക്ടേഴ്സിനെല്ലാം എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അത് അങ്ങനെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി ക്യാരക്ടേഴ്സ്. പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് ആക്ടർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചു വന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ കിട്ടിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കുറെ എണ്ണമൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇപ്പോഴും എന്റെ പേര് രാജേഷ് മാധവനാണെന്ന് ആൾക്കാർക്ക് അറിയില്ല. എന്നെ സുരേഷ് ചേട്ടാ, മനാഫ്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് ഈ 10 വർഷമായി എന്നൊക്കെ ഉള്ളത് ഓർമ്മിക്കുന്നതൊക്കെ. ഈ 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു രാജേഷ് മാധവനെ എങ്ങനെയാണ് ഈ രാജേഷ് മാധവൻ ഒന്ന് വിലയിരുത്തുക? വളരെ പരിതാപകരായി പോയി. കൊച്ചിയിലേക്ക് ഇങ്ങനെ നടക്കുക, മറ്റേ ജോലിയൊക്കെ വിട്ടിട്ട് സിനിമ സെറ്റാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കൊച്ചിയിൽ ആൾക്കാരോടൊക്കെ ഇടക്ക് കഥയൊക്കെ പറയാനുള്ള അവസരം കിട്ടും, കഥയൊക്കെ പറയും. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് പോയതാണ്, ദിലീഷ് പത്തിനോട് കഥ പറയാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങൾ അന്നേ ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ഇതുവരെ നടന്നിട്ടില്ല. 10 വർഷമായി, 10-12 വർഷമായി. ആ സിനിമയുടെ കഥ പറയാൻ പോയപ്പം അങ്ങനെയാണ് പുള്ളി എന്നെ അഭിനയിപ്പിക്കാന്ന് തീരുമാനിച്ചത്. ഞാൻ പുള്ളീനെ അഭിനയിപ്പിക്കാൻ പോയിട്ട് ഞാൻ അഭിനയിക്കേണ്ടി വന്നു സിനിമയിൽ. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ദിലീഷ് ചേട്ടൻ അങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ടാവുക? കഥ പറയാൻ പോയ ഒരാളെ പിടിച്ച് അഭിനയിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര, ഞങ്ങള് കുറച്ചു കാലമായിട്ട് ഇവിടെ സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ശ്യാം പുഷ്കറിനൊക്കെ ഞങ്ങളെ അറിയാം. അപ്പൊ ദിലീഷ് പോത്തൻ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ ഇങ്ങനെ നാടകങ്ങളെ കുറിച്ചിട്ടും കാലടിയിൽ പഠിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഈ ഏരിയയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതല്ലേ, എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള മാർഗം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആദ്യം ആ വേഷത്തിലേക്ക് സെലക്ട് ചെയ്തത്. പിന്നെ രസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നീ അഭിനയിക്കാനുള്ള റോളുകളൊന്നും വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ലൊക്കേഷനിൽ പറഞ്ഞേക്കുന്നത്. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങിയല്ലേ. അവിടുന്ന് പിന്നെ മെല്ലെ ഈ റോള് എല്ലാവരും കണ്ടു. ആക്ച്വലി മഹേഷിന്റെ പ്രതികാരത്തിലെ വേഷം എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോ ഈ കോസ്റ്റ്യൂമർ സമീറ സനീഷ് വേറൊരു സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ വർക്കിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വേറെ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടും പിന്നെ കണ്ട ആരെങ്കിലും ഒക്കെ ഇയാളെയും കൂടി ഒരു ക്യാരക്ടറിലേക്ക് വിളിച്ചേക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ റോളുകളിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും മിന്നൽ മുരളിയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇയാളൊരു വേഷത്തിനൊക്കെ എടുക്കാം എന്നുള്ള ആ നിലവാരത്തിലേക്കായി തോന്നുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ആ ശിവനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്. എന്താണ് മുൽഗാനുള്ള ശിവൻ. അത് മാത്രമല്ല നീലേക്ക് അടിച്ചിട്ട് ആ ശിവന്റെ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ചൊറിച്ചിൽ ഇപ്പോഴും പിന്നെ അത് ഓർക്കുമ്പോ ആ ചൊറിച്ചിൽ മാറില്ല. നല്ല അടിച്ചു പറഞ്ഞു അല്ലേ. ആ രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേകത മാലയും ഇതൊക്കെ ഇട്ടിട്ട് ആ നീല കളറൊക്കെ അടിച്ചിട്ട്, പക്ഷെ ഭയങ്കര രസമായിരുന്നു. എത്ര നേരം വേഷം കെട്ടി നടക്കാൻ, എത്ര നേരം എടുത്തു അങ്ങനെ ഒന്ന് വേഷം കെട്ടി നടക്കാനായിട്ട്? അത് ഒന്നുമില്ല, നമ്മളിങ്ങനെ മറ്റേ തോർത്തുമുണ്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുക, അവര് 4 ഭാഗത്തും വന്നിട്ട് അടിച്ചാക്കി സെറ്റാക്കി തരും. അതേപോലെ എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനകത്തെ ആ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുന്ന ഒരു സീരിയല്ലേ, അപ്പൊ നമ്മൾ പൊട്ടോ കഷ്ടം എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അത്. അതിന് ഒരു ഫൺ മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇത് നമ്മള് ശരിക്കും ഞാൻ അഭിനയിച്ച സിനിമകളുടെ ഫണ്ണൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേക്കേഴ്സിന്റെയും കൂടെ കാര്യമാണ്. ഇപ്പൊ മായാനന്ദിയിൽ ഒരു ഡയലോഗ് ഉണ്ട്, നയൻതാരയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അത് ശ്യാമേട്ടൻ പറഞ്ഞു തന്ന ആ മീറ്ററിലാണ് അത് അങ്ങനെ ആയത്. പിന്നെ ഇത് രതീഷ് പൊതുവാള് ഭയങ്കര ഫണ്ണോടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാള് നല്ല ഹ്യൂമർ സെൻസുള്ള മനുഷ്യനാണ്. ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കര അപാരമായിട്ടുള്ള ഹ്യൂമർ സെൻസുള്ള മനുഷ്യന്മാരിൽ ഒരാളാണ്. അപ്പൊ പുള്ളി അത് പറഞ്ഞു തരുമ്പോൾ എടാ ഇത് കഴിയുമ്പോൾ നിനക്ക് അതിൽ ദേഷ്യം വെക്കും, നീ ആ ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കും, പക്ഷെ പൊട്ടില്ല, അതിനെ താഴെ എറിഞ്ഞു കൊടുക്കണം. വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് അതിന്റെ ഒരു ഫണ്ണ് കിട്ടും. അപ്പൊ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണ് കോമഡിയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയാവും അല്ലെ. ഈ കോമഡി ഇഷ്ടമുള്ള ഒരാൾ ഇതാ ഇപ്പൊ എത്തി നിൽക്കുന്നത് വില്ലൻ റോളുകളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ ശരിക്കും പറയട്ടെ, നിങ്ങൾ വില്ലൻ ആവുമ്പോണ്ടല്ലോ ശരിക്കും പിടിച്ചൊന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും. അതുപോലുള്ള ദേഷ്യമൊക്കെ വരും. ഒരു സൈക്കോ ആണോ ഈ മനുഷ്യൻ എന്തോ കാണിക്കുന്നതെന്നൊക്കെ വരുന്നത്. അങ്ങനെ ഒരു എവിടെയോ ഒരു ദേഷ്യവും നമുക്ക് തോന്നും. എന്നാ
അയ്യോ എവിടെയോ ഒരു ഇയാളാണല്ലോ എന്നൊരു സാധനം വരും. ഇപ്പൊ കാക്കി സർക്കസിലേക്ക് നമ്മളിത് എത്തി നിൽക്കുമ്പോ അതിങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാക്കി സർക്കസിന്റെ പുതിയ ഇപ്പോഴത്തെ ഒരു വിശേഷമായിട്ട് പറയാനുള്ളത്? ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ തമിഴും മലയാളവും ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കാക്കി സർക്കസ് എനിക്ക് ഭയങ്കര പേഴ്സണലി അടുത്തുള്ള ഒരു സിനിമയാണ്. അമീൻ എൻ്റെ സുഹൃത്താണ് ഇതിന്റെ ഡയറക്ടർ, ആകാശ് എൻ്റെ സുഹൃത്താണ് റൈറ്റർ, പിന്നെ നീരജും അമിതും ഒക്കെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ക്യാമറാമാന്മാര്. അപ്പം അവർ ഈ കഥ ചർച്ച ചെയ്യുമ്പോഴേ എനിക്കറിയാം. ആ സമയത്ത് ഈ ക്യാരക്ടറിൽ എന്നെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ എനിക്കെന്തെങ്കിലും ഒരു വേഷം ഇവർ എന്നെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ എന്ന് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്താണ് താമസിക്കുന്നത്, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ആദ്യത്തെ പടമായതുകൊണ്ട് തന്നെ എന്താ രാജേഷേട്ടാ എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഒരു സമയത്താണ് ഈ തമിഴിൽ വെബ് സീരീസ് ആണ്, ആദ്യം സിനിമയൊക്കെ ആയിട്ടാണ് ആലോചിച്ചത്. തമിഴിൽ വെബ് സീരീസ് ചെയ്യാൻ പോവാണ്, നല്ലതാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം അതിനൊരു എപ്പിസോഡ് സ്വഭാവമുള്ളൊരു കഥയാണ്. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ വേഷം നിങ്ങളാണ് ചെയ്യുന്നത് വില്ലൻ എന്നുള്ളത് പറയുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ വില്ലൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു താല്പര്യം. ഒരു ഭ്രാന്തനെ പോലെ. അതെ, ഒരു ഭ്രാന്തനെ പോലെ അലയാണ് എനിക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഗൗതമിയുടെ ഇതിന്റെ ആണെങ്കിൽ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും നമ്മള് ഗൗതമി ഇങ്ങനെയായിരുന്നോ എന്ന് ഒരു ഇത് തോന്നിയിരുന്നു. കാരണം കുറച്ചുകൂടെ ആള് ചില്ലാണ്. ഇതിനകത്ത് ക്യാരക്ടറിലേക്ക് വരുമ്പോ വെറുതെയാണ് ഗൗതമി മറ്റേ ഗൗരവമൊക്കെ പിടിച്ചിരിക്കുന്ന ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗൗരവമൊക്കെ അല്ല. ഇപ്പൊ ആള് മോഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മോഡ് മാറ്റിയിട്ടുണ്ട്. ശരിക്കും മറ്റേ തറ ഫണ്ണാണ്. അടിപൊളി. രാജേഷ് മാധവന്റെ ഏറ്റവും എന്താ എടുത്തു പറയേണ്ട ഒരു നല്ല സന്തോഷവും വിശേഷവും ഒക്കെയാണ് പെണ്ണും പൊറാട്ടവും എന്നുള്ളത്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും അത് ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പതേ OTT-ല് സ്ട്രീം ചെയ്തോണ്ടിരിക്കുക. പെണ്ണും പൊറാട്ടിലേക്കുള്ളൊരു വഴി ശരിക്കും അങ്ങനെയായിരുന്നു. 10 വർഷം മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അതിന് മാറ്റി വെച്ച് എന്തുകൊണ്ട് പെണ്ണും പൊറാട്ടും? ഇത് ആ സമയത്ത് തന്നെ ഞങ്ങള് ഒരുമിച്ച്, ഞാൻ ഇതിന്റെ റൈറ്ററും ഒരുമിച്ച് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജോലിയൊക്കെ ഒരുമിച്ച് തന്നെ വിട്ടിട്ട് സിനിമ എന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അപ്പൊ അന്നു മുതലുള്ള നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കഥകളിൽ ഒന്നാണ് പെണ്ണും പൊറാട്ടും. അപ്പൊ ഈ രൂപമൊന്നും ആയിട്ടില്ല അതിന്. അത് സിനിമ സംവിധായകനാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. പിന്നെ ആക്ടറായി, എന്നെ അങ്ങനെ ഇനി ആക്ടറായി എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ആഗ്രഹം അങ്ങനെ തന്നെ ഉണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്ക് സംവിധായകനായാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ എന്നാത്താൻ കേസുകൂടിൻ്റെ ഷൂട്ടും പരിപാടികളും പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ബെന്നി കട്ടപ്പന, പിന്നെ സന്തോഷ് ടി ഗുരുവിള എൻ്റെ പ്രൊഡ്യൂസർ, പുള്ളിയും നീ ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ എൻ്റെ മനസ്സിലുള്ള പോലത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലുള്ള ഐഡിയ പറയുന്ന പോലത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ എന്തായാലും കുറച്ച് അഡ്വഞ്ചർ ആവാം എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. നല്ല അഡ്വഞ്ചർ ആയിരുന്നു. അങ്ങനെയാണ് കുറെ പുതുമുഖങ്ങളെ വെച്ചിട്ട് പട്ടിയെ 100ഓളം പുതുമുഖങ്ങളും, എല്ലാ പുതുമുഖങ്ങളാണ്. 400-500ഓളം മൃഗങ്ങളും. അതെ. ഈ ഇത്രയും നമ്മൾ ചില സിനിമകളൊക്കെ എടുക്കുമ്പോ മനുഷ്യന്മാര് കൂടുതലും മൃഗങ്ങള് കുറച്ചതിന് കുറവായിരിക്കും. ഇതിൽ മൃഗങ്ങൾ കൂടുതലും മനുഷ്യന്മാര് കുറവാണ്. ഇതിൽ ആര് ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടെ? അവരൊക്കെ എന്നോട് പിണങ്ങുമല്ലോ. ആക്ച്വലി എല്ലാം ഭയങ്കര പാടാണ്. ഇവർ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റണമെന്നില്ല. ഫൈറ്റ് അതന്നെ. സുമിത്ര ചേച്ചിയൊക്കെ സുമിത്ര ചേച്ചി ഒന്ന് മനസ്സിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ വരുള്ളൂ. ഇനി എങ്ങനെ നമ്മള് സുമിത്ര ചേച്ചി അങ്ങനെയല്ല, തിരിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നൊക്കെ പറയുന്നത് തലയൊക്കെ കൈ വെച്ചിട്ടൊക്കെ ഓടും. അല്ലാതെ തിരിച്ചത് എത്താൻ കുറച്ച് പ്രയാസം. പക്ഷെ എന്താ ഭയങ്കരമായിട്ട് എല്ലാവർക്കും, ഇപ്പൊ സുട്ടുവിനടക്കം എങ്ങനെയെങ്കിലും ഇവർക്ക് ഇത് പെർഫോം ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം പോലെയാണ് ആ ആർട്ടിസ്റ്റുകളൊക്കെ പെരുമാറിയത് നമ്മളോട്. കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ്, കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഫൈറ്റൊക്കെ പറയുന്നത് കാണുന്നില്ലേ, അത് പിന്നെയുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ ഇതിൽ നിൽക്കും, എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുക്കും പോയിരുന്നിട്ട്, പിന്നെ വീണ്ടും തുടങ്ങും, വീണ്ടും ഫൈറ്റിലേക്ക് നമ്മൾ പോകും. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഞാനും ഇങ്ങനെ അവിടെ നിന്ന് ചേച്ചി
പായല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ഇത്രയും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് ചേട്ടൻ പായറ്റ് എന്ന് പറയുമ്പോഴേ ഇത് എന്തായത് അതിപ്പോ ചെയ്തിന് പറഞ്ഞ പോലെ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ചേച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഇത് ആൾക്കാർക്ക് എന്ന് പറയാൻ ശ്രമിക്കും. പക്ഷെ അതെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഇത്.